കൂട്ടുകെട്ടിൽ ശ്രദ്ധിക്കാത്ത ആളാണ് ഇ.പി. ജയരാജൻ. LDF കൺവീനറെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഇലക്ഷൻ്റെ അന്ന് പറയേണ്ടി വരികയാണ്. കൂട്ടുകെട്ടിലൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത ആളാണ്. രാവിലെ ഉറക്കപ്പായെന്ന് എഴുന്നേറ്റാൽ ആദ്യം ആരെ വഞ്ചിക്കണം എന്ന് അന്വേഷിക്കുന്ന ആളുകളൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടെന്ന് ആരാ പറഞ്ഞത്? പിണറായി വിജയൻ. എന്നെ കുറിച്ചല്ല, ആരെ രാവിലെ കിടക്കപ്പായി എണീച്ച വഞ്ചിക്കാൻ എന്നുള്ളത് എന്നെ കുറിച്ചാണെന്നോ നിങ്ങൾ പറയണത്? അത് ശോഭാ സുരേന്ദ്രനെ കുറിച്ചാണ് പറഞ്ഞത്. അതെയോ എന്നെ കുറിച്ചല്ല. കാരണം ഞാൻ വെളുപ്പിന് 4 മണിക്ക് എണീക്കും. ശോഭാ സുരേന്ദ്രനുമായിട്ട് അങ്ങനെ കൂട്ടുകെട്ടില്ലല്ലോ. അല്ല പറയണ കേക്ക്, ഞാൻ വെളുപ്പിന് 4 മണിക്ക് എണീക്കും. അങ്ങേര് പറഞ്ഞ ഒരു 10 മണിക്കാണ് എണീക്കണത്. അതായിരിക്കും. അതൊന്നും എനിക്കറിയില്ല. എപ്പോഴായാലും ഉറക്കപ്പായെന്ന് എഴുന്നേറ്റാൽ ഉടനെ ഇന്നാരെ വഞ്ചിക്കണം എന്ന് നോക്കിയിരിക്കുന്ന ആളുകളുമായിട്ടാണ് ഇ.പി. ജയരാജന്റെ കമ്പനിയിൽ നിന്ന് പിണറായി വിജയനാണ് പറയുന്നത്. ഇ.പി. ജയരാജന്റെ സീനിയർ കോമ്രേഡ് ഇ.പി. ജയരാജനെ പിണറായി വിജയന്റെ അത്രയും എന്തായാലും താങ്കൾക്കും എനിക്കും അറിയില്ലല്ലോ. പിന്നെ അതുകൂടാണ്ട് അദ്ദേഹം വേറൊരു കാര്യവും പറഞ്ഞു, എന്നെ അറിയുന്നും കൂടി പറഞ്ഞു. ഒരു കാര്യമുണ്ട്, അത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട്. അതെ, ലാവ്ലിൻ കേസുമായിട്ട് അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിച്ചെന്നുള്ളതല്ല. 2016 അദ്ദേഹം നവകേരളയായിട്ട് യാത്ര നടത്തുമ്പോൾ ലാവ്ലിൻ കേസ് വീണ്ടും അദ്ദേഹത്തെ വിഴുങ്ങാൻ വന്നപ്പോൾ അദ്ദേഹം എന്റെ സഹായം തേടിയ ആളാണ്. ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ. എന്നെ അറിയില്ലെന്ന് പറയരുത്. അദ്ദേഹത്തിനും എന്നാ 2013 ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായി വിജയനെ ഡിസ്ചാർജ് ചെയ്തില്ലേ? പിന്നെ എന്തിനാ 2014 താങ്കളുടെ സഹായം തേടുന്നത്? എന്റെ ചെങ്ങാതി 2013 ഡിസ്ചാർജ് ചെയ്തതിന് മുകളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ വന്ന് 2016 അപ്പീൽ കേൾക്കാൻ തീരുമാനിച്ച ഇലക്ഷന് മുമ്പ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കേരള ഹൈക്കോടതിയിൽ അസഫ് അലി ഇമ്മീഡിയറ്റ് കേൾക്കണം. ഇലക്ഷൻ മുമ്പ് ഹിയറിംഗ് പോസ്റ്റ് ചെയ്ത് അത് ആ കേസ് അത് 2014 അത് 2015 അവസാനം 2016 തുടക്കത്തിൽ 16 ജനുവരി ഫെബ്രുവരിയിൽ ആ സമയത്ത് ഹൈക്കോടതിയിൽ വന്നു കേസ്. എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയല്ലോ സാർ. ന്യായമായ കാര്യങ്ങൾ പറ. അല്ല, എനിക്കിപ്പോ തെറ്റിദ്ധാരണയോ തെറ്റിദ്ധരിപ്പിക്കലോ ഇല്ല. പിണറായി വിജയൻ, താങ്കൾ പറയാണ് പിണറായി വിജയൻ താങ്കളുടെ സഹായം തേടുന്നത്. എനിക്കത് നിഷേധിക്കാൻ എന്റെ കയ്യിൽ വസ്തുതയൊന്നുമില്ല. അത് നിഷേധിക്കേണ്ടത് പിണറായി വിജയനല്ലേ. എനിക്കെങ്ങനെ പറയാൻ പറ്റും പിണറായി വിജയൻ ആരുടെയൊക്കെ സഹായം തേടിയെന്ന്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്നലെ പോട്ടെ. ഓക്കെ, ഈ താങ്കളുടെ ഈ പോയിന്റ് ഞാൻ എടുത്തു. ശരിയാണ്. ഈ കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഡെമോക്ലീസിന്റെ വാള് പോലെ ലാവ്ലിൻ കേസിലെ അപ്പീൽ കേരള ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ വന്ന ഒരു അപ്പീലിൽ താങ്കൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? താങ്കൾ എന്തിനാണ് പിണറായി വിജയൻ ബന്ധപ്പെട്ടത്? കേക്ക്, അന്ന് ആ അപ്പീൽ ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിൽ വന്നപ്പോൾ ജസ്റ്റിസ് ഉബൈദ് ഇത് കേട്ടാൽ അപകടകരമാവുന്നും അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അസഫ് അലി പ്ലാൻ ചെയ്ത് ചില ഗവൺമെന്റ് പെറ്റീഷനാണ് ഇട്ടേക്കണെന്നും മനസ്സിലാക്കി ആ കേസ് ആ ബെഞ്ചിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ അന്ന് KV സോഹൻ എന്ന് പറഞ്ഞ ഒരു വക്കീലിനെയാണ് പിണറായി വിജയൻ കണ്ടെത്തിയത്. പക്ഷെ KG സോഹൻ വക്കാലത്തിട്ട് അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് മാറ്റിക്കൊടുത്ത് ആ KG സോഹനെ 1ാം LDF സ്റ്റേറ്റ് അറ്റോർണി ആക്കി. 2ാം LDF വന്നപ്പോൾ സോഹനെ പറഞ്ഞു വിടുകയും ചെയ്തു. കാരണം പിണറായി വിജയന്റെ ആവശ്യം കഴിഞ്ഞ്. മനസ്സിലായോ? അല്ല, അതൊക്കെ ഓക്കെ. താങ്കളെ അപ്പോ, അതായത് സെനാരിയോ എനിക്ക് മനസ്സിലായി. ബഞ്ച് ഹണ്ടിന് വേണ്ടിയിട്ടാണോ താങ്കളെ അന്ന് ബന്ധപ്പെട്ടത്? എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? KG സോഹനിലേക്ക് എങ്ങനെ കടന്നു കയറാന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ അടുത്തേക്ക് എത്തിയത്. അല്ല, അതിപ്പോ എനിക്ക് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും മൂവ് ചെയ്യാനോ ഒക്കെ ഇപ്പൊ എത്രയോ അഭിഭാഷകരുണ്ട്. ഇടതുപക്ഷത്തിനോ CPM-നോ പിണറായി വിജയൻ വിചാരിച്ചാൽ അതിനിപ്പോ താങ്കളുടെ സഹായം തേടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലല്ല, ഹൈക്കോടതിയിൽ ഒരു പ്ലീ മൂവ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമപരമായ കാര്യം ചെയ്യുന്നതിനോ താങ്കളെ ബന്ധപ്പെടേണ്ട ഒരു കാര്യമില്ല. ദാമോദരൻ എന്ന് പറഞ്ഞ മഹാനായ അഭിഭാഷകൻ പിണറായി വിജയൻ ഉണ്ടായിട്ടും ഞങ്ങളുടെ കോമൺ സുഹൃത്തായ മരിച്ചുപോയ സ്കറിയ തോമസ്, അദ്ദേഹം കോട്ടയത്തെ MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് എന്നോട് വിളിച്ച് എന്നോട് സംസാരിച്ചു. ഞങ്ങൾ സൗഹാർദ്ദത്തിലെത്തി. ഇലക്ഷൻ കഴിഞ്ഞു. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി. ഞാൻ ആ വഴിക്കൊന്നും പോയിട്ടുമില്ല. പിന്നെ ആ പേരും പറഞ്ഞ് മനസ്സിലായ. അപ്പൊ കിടക്കപ്പായിന്ന് എണീച്ച് പോണത് രാവിലെ എണീച്ച് ആരെ ഉപദ്രവിക്കണം എന്ന് ആലോചിക്കണം ഞാനല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത്. സ്കറിയ തോമസിന്റെ ഫോണിൽ നിന്ന് താങ്കളെ ബന്ധപ്പെട്ടു. അപ്പോഴും എന്തിനാണ് ഒരു സോഹനെ അറേഞ്ച് ചെയ്ത് തരാനായിരിക്കില്ലല്ലോ. അതിനപ്പുറത്ത് ബെഞ്ച് സംബന്ധിച്ച് എന്തെങ്കിലും കൺസേൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് താങ്കൾ എങ്ങനെ ഹൈക്കോടതിയിൽ സഹായിച്ചു? ഇതൊക്കെ ഗൗരവമുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ ഇ.പി. ജയരാജനെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടതിനേക്കാളും വലിയ ചാർജാണിത്. ഒരു ചാർജും അല്ല, ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അല്ല, താങ്കൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ അത് ഒരു ഗുരുതരമായ ആരോപണമാണെന്ന് പറയായിരുന്നു. ആരോപണം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ ശിവന്റെ കൂടെ ഭാവി ചേർന്നാൽ ശിവനും ഭാവിയാവും. അപ്പൊ ഞാൻ ഒരു മഹാഭാവി ആയതുകൊണ്ടായിരിക്കും അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത് ചിലപ്പോ. അപ്പൊ അദ്ദേഹം പണ്ട് മുതലേ ഭാവിയായി കഴിഞ്ഞു എന്നാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് ശിവന്റെ കൂടെ അതല്ല, അദ്ദേഹമല്ലേ പറഞ്ഞത് ശിവന്റെ കൂടെ ഭാവി ചേർന്ന് ശിവനും ഭാവിയാവുന്നു. ഞാനല്ലോ പറഞ്ഞത്. ആ കൂട്ടത്തിൽ എന്നെ അറിയുന്നു അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. ഏതാ അടിസ്ഥാനത്തിൽ അറിയുന്നു അദ്ദേഹം പറഞ്ഞില്ല. അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ടോണ് കേട്ടിട്ട് ഇയാൾ എന്നെ കൊടുക്കാൻ കുറെ കാലം നടന്ന ആളാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതിന് ശേഷമുള്ള കഥ നമുക്കറിയില്ല. ഇപ്പൊ താങ്കൾ പറയുമ്പോഴല്ലേ അറിയൂ.
അന്ന് 2016 ഹൈക്കോടതിയിൽ ചില കാര്യങ്ങൾ നടന്നിരുന്നു എന്ന് ഇപ്പൊ പറയുമ്പോഴല്ലേ അറിയാം, അതിന് മുമ്പ് അറിയില്ലല്ലോ. SNC ലാബിൽ ഞാൻ അദ്ദേഹത്തെ എവിടെ കൊടുക്കാൻ ശ്രമിച്ചെന്നാ നിങ്ങൾ പറഞ്ഞു? നിങ്ങളുടെ എന്തെങ്കിലും എവിഡൻസ് ഇല്ല, അങ്ങേര് പറയുന്നു. ഞാൻ എന്ത് ചെയ്യാനാണ് അതില്? അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുക്കാൻ വ്യംഗ്യം അതാണല്ലോ. അങ്ങനെ നിങ്ങൾ ഊഹിക്കരുത്. ഊഹിക്കല്ല, അതിന്റെ കൃത്യമാണ്, അതിന്റെ സംഗതികൾ എന്തായാലും വളരെ കൃത്യമാണ്. ഓക്കെ, എന്തായാലും ഒരു പുതിയ ആരോപണം കൂടി ഇന്ന് വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും കാലത്തും പറഞ്ഞാണ് പുതിയതൊന്നുമല്ല, ഇത് പഴയത് തന്നെയാണ്. ശരി, ആയിക്കോട്ടെ, ശരി, ഓക്കെ.